കൊല്ലത്തിന്റെ രാഷ്ട്രീയ ചിത്രം മാറ്റിമറിച്ച് എൻ.ഡി.എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ. പുതുമയുള്ള നിലപാടുകളും രാഷ്ട്രീയത്തിന് അതീതമായ സന്ദേശങ്ങളുമാണ് കൃഷ്ണകുമാറെ സ്ഥാനാർത്ഥികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചർച്ചകൾ തുടങ്ങിയപ്പോഴുള്ള കൊല്ലമല്ല ഇപ്പോഴുള്ളത്. N.K. പ്രേമചന്ദ്രൻ എന്ന അതികായനും കൊല്ലത്തെ CPM-ന്റെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയും തമ്മിലുള്ള പോരാട്ടം എന്നതിനപ്പുറത്ത് ഒരു ത്രികോണ മത്സരത്തിലേക്ക് നീങ്ങുകയാണ് കൊല്ലം. സ്ഥാനാർത്ഥിയായി കൃഷ്ണകുമാർ ജി വന്നതോടെയാണ് മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം തന്നെ മാറിമറിയുന്നത്. ശക്തമായ രാഷ്ട്രീയ മത്സരം ഉറപ്പുള്ള മണ്ഡലത്തിൽ വ്യത്യസ്തമായ നിലപാടുകളും വികസന കാഴ്ചപ്പാടും ചർച്ചയാക്കി കൃഷ്ണകുമാർ അപ്രതീക്ഷിത മുന്നേറ്റം കാഴ്ചവെക്കുന്നു. കൊല്ലം ചന്ദനത്തോപ്പ് ITIയിൽ SFIക്കാർ തടഞ്ഞതും തുടർന്ന് കൃഷ്ണകുമാർ നടത്തിയ പ്രസംഗവും കൊല്ലത്തിന്റെ മനസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. ഈ കോളേജിൽ വരാൻ പാടില്ലെന്ന് എന്തെങ്കിലും നിയമമുണ്ടോ? ഇല്ല. വോട്ട് ചോദിക്കാൻ പാടില്ലെന്ന് നിയമമുണ്ടോ? ഇല്ല. ഇവിടുത്തെ മറ്റ് 2 സ്ഥാനാർത്ഥികൾ ഇവിടെ വന്നു പോയെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അതിൽ ശ്രീ മുകേഷ്, അദ്ദേഹം 2 തവണ വന്നു പോയിരിക്കുന്നു. ഏതെങ്കിലും ABVPക്കാർ തടഞ്ഞിട്ടുണ്ടോ? ഈ കോളേജിൽ എന്നെ തടയുന്നു. എവിടെയോ കിടക്കുന്ന ചെകുവേരയ്ക്ക് നിങ്ങൾ സ്വാഗതം പറയുന്നു. ഭാരതത്തിലെ കൃഷ്ണകുമാറിനെ നിങ്ങൾ തടയുന്നു. ഇതെവിടത്തെ ന്യായം? അക്രമ രാഷ്ട്രീയത്തെ തുടർന്ന് എതിർക്കുകയും അതേസമയം മോദിയുടെ രാഷ്ട്രീയം എന്തുകൊണ്ട് നാടിന് ആവശ്യമെന്നും പറഞ്ഞു വെക്കാൻ കഴിഞ്ഞത് കൃഷ്ണകുമാറിന് വലിയ സ്വീകാര്യത നേടിക്കൊടുത്തിട്ടുണ്ട്. മണ്ഡല പര്യടനത്തിൽ താരചാടകളില്ലാതെ സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരെ സ്വാധീനിക്കാനും കഴിയുന്നതും ഗുണം ചെയ്യും. നമ്മുടെ തന്നെ ബൈക്കുകളൊന്നും മാറ്റിക്കൊടുത്ത് നമ്മുടെ തന്നെ വോളണ്ടിയേഴ്സ് വാഹനങ്ങൾ ഇവിടുത്തെ ബ്ലോക്ക് മാറ്റി കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ദയവീത് പരമാവധി ഒഴിവാക്കി കൊടുക്കുക. 2 വീലേഴ്സ്. N.K. പ്രേമചന്ദ്രനിൽ മാത്രം ചുറ്റിപ്പറ്റി നിന്ന കൊല്ലത്തെ തിരഞ്ഞെടുപ്പ് ചർച്ചകളിൽ NDAയുടെ സാധ്യതകൾ വർദ്ധിച്ചെന്ന പൊതുബോധം സൃഷ്ടിക്കാനും കൃഷ്ണകുമാറിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കൊല്ലത്തെ BJP നേതൃത്വത്തിനും വലിയ പ്രതീക്ഷ നൽകുന്നു. ജനം, കൊല്ലം.